നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അരിയുടെ കഥയാണ്. നമ്മുടെ ഭക്ഷണത്തിലെ പ്രധാന ഘടകമായ അരിയുടെ കഥ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണ്. പണ്ട് കാലത്ത് നദീതടങ്ങളിൽ ആളുകൾ കാട്ടുനെല്ല് കൃഷി ചെയ്യാൻ തുടങ്ങി. പിന്നീട് നെൽകൃഷി ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യയിലെ പല രാജ്യങ്ങളിൽ വ്യാപിച്ചു. കാലക്രമേണ അരി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകളിൽ ഒന്നായിട്ട് മാറി. ഒരു ചെറിയ നെൽവിത്ത് കർഷകൻ വയലിൽ വിതയ്ക്കുന്നു. മഴയും സൂര്യപ്രകാശവും ലഭിച്ച് അത് വളർന്ന് പച്ചപ്പാർന്ന നെൽച്ചെടിയായി മാറുന്നു. മാസങ്ങൾക്ക് ശേഷം സ്വർണ്ണ നിറത്തിലുള്ള നെൽക്കതിരുകൾ വിളവെടുക്കുന്നു. തുടർന്ന് നെല്ലിൽ നിന്ന് തൊലി നീക്കം ചെയ്താണ് നമുക്ക് പരിചിതമായ അരി ലഭിക്കുന്നത്. അരി വെറും ഒരു ഭക്ഷണമല്ല, കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്. ജനനം മുതൽ വിവാഹം വരെ നിരവധി ചടങ്ങുകളിൽ അരിക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ഇന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പലതരം അരികൾ ഉപയോഗിക്കുന്നു. ബസുമതി, ജാസ്മിൻ, മട്ട, വെള്ളരി തുടങ്ങിയ നിരവധി ഇനങ്ങളുണ്ട്. അതിനാൽ നമുക്ക് നമ്മുടെ തളികയിൽ, നമ്മുടെ പാത്രങ്ങളിൽ ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കർഷകരുടെ അധ്വാനം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കൂ. ഒരു അരിമണിയുടെ പിന്നിൽ കർഷകൻ്റെ വീർപ്പും പ്രകൃതിയുടെ അനുഗ്രഹവും മാസങ്ങളായ കഠിനാധ്വാനമുണ്ട്. അരി ഒരിക്കലും പാഴാക്കരുത്. ഓരോ അരിമണിയും ഒരു കർഷകൻ്റെ പരിശ്രമ ഫലമാണ്. അരിമണിയുടെ യാത്ര വയലിൽ നിന്ന് ഭക്ഷണമേശയിലേക്ക് ആണ് എത്തുന്നത്. അരിയുടെ കഥ ഇതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു കാപ്പിക്കപ്പിൻ്റെ കഥയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന ഒരു കപ്പിനും അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. അത്ഭുതകരമായ ഒരു യാത്രയുടെ കഥ. പച്ചപ്പാർന്ന മലനിരകളിൽ കാപ്പിച്ചെടികൾ വളരുന്നു. മഴയും സൂര്യപ്രകാശവും ലഭിച്ച് ചുവന്ന കാപ്പിപ്പഴങ്ങൾ പാകമാകുന്നു. കർഷകർ അവ ശ്രദ്ധാപൂർവം പറിച്ചെടുക്കുന്നു. പഴങ്ങളിൽ നിന്ന് കാപ്പിക്കുരുക്കൾ വേർതിരിച്ചെടുക്കുന്നു. അവ കഴുകി ഉണക്കുന്നു. പിന്നീട് മികച്ച ഗുണമേന്മയുള്ള കുരുക്കൾ തിരഞ്ഞെടുത്തത് ഫാക്ടറികളിലേക്ക് അയക്കുന്നു. ഫാക്ടറികളിൽ കാപ്പിക്കുരുക്കൾ വറക്കുന്നു. ഈ പ്രക്രിയയിലാണ് കാപ്പിയുടെ പ്രത്യേക മണവും രുചിയും രൂപപ്പെടുന്നു. വറുത്ത കാപ്പിക്കുരുക്കൾ പൊടിയായി പാക്കറ്റ് ചെയ്യുന്നു. കടകളിലൂടെ കാപ്പിപ്പൊടി നമ്മുടെ വീടുകളിലെത്തുന്നു. രാവിലെ ഒരു കപ്പ് കാപ്പി തയ്യാറാക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം നമ്മളുടെ വീടാകെ നിറഞ്ഞു നിൽക്കുന്നു. ഒരു കാപ്പിക്കപ്പ് വെറും പാനീയം മാത്രമല്ല, അതൊരു പ്രഭാതത്തിൻ്റെ തുടക്കമാണ്. ഒരു സൗഹൃദ സംഭാഷണമാണ്. ചിലപ്പോൾ ഒരു മനോഹരമായ ഓർമ്മ കൂടിയാണ്, അല്ലേ? അടുത്ത തവണ നമുക്ക് ഒരു കാപ്പിക്കപ്പ് കുടിക്കുമ്പോൾ അതിന് പിന്നിലെ കർഷകരെയും തൊഴിലാളികളെയും ആ നീണ്ട യാത്രയെയും ഓർക്കുക. ഒരു ചെറിയ കാപ്പിക്കപ്പിന് പറയാൻ വലിയൊരു കഥയുണ്ട്. ഓരോ കാപ്പിക്കപ്പിലും ഒരു യാത്രയുണ്ട്, ഒരു പ്രയത്നമുണ്ട്, ഒരു കഥയുണ്ട്. നമ്മൾ രാവിലെ കണ്ണു തുറന്നു കഴിയുമ്പോൾ കാപ്പിയാണ് അന്വേഷിക്കുന്നത്. പക്ഷേ ആ കാപ്പിക്കപ്പിൻ്റെ പിന്നിൽ എത്ര വലിയൊരു കഥ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ കാപ്പിയിലെ കഫെയിന് ശരീരത്തിൻ്റെ മനസ്സിനെ നമ്മളെ ഉണർത്തുന്നു. ശ്രദ്ധയും ഓർമ്മശക്തിയും മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. ക്ഷീണവും മന്ദതയും കുറയ്ക്കാൻ സഹായിക്കും. വ്യായാമത്തിന് മുമ്പ് കാപ്പി കുടിക്കുന്നത് ഊർജ്ജം കൂട്ടും. ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്ന ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കാനായിട്ട് കാപ്പി സഹായിക്കുന്നു. ഇത് അധികമായി നമ്മൾ കാപ്പി കുടിക്കരുത്. ഉറക്കക്കുറവ്, ഉത്കണ്ഠ, ഹൃദയമിടിപ്പ് വർദ്ധിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പം നമ്മളെല്ലാം മിതമായിട്ട് മാത്രമേ ഉപയോഗിക്കൂ. മഴയുള്ളൊരു പ്രഭാതം, ജനലരികിൽ ഇരുന്നൊരു ചൂട് കാപ്പി കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ സുഖം വാക്കുകൾ വിവരിക്കാൻ പ്രയാസമാണ്. എന്നാൽ ഈ കാപ്പിയുടെ യാത്ര എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ കാപ്പിയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ.